ആലപ്പുഴയിലേക്കൊന്ന് പോകാം. ആലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികളുടെ കഥയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് ഇതൊരു വറുതിയുടെ കാലം കൂടിയാണ്. കാരണം ചൂട് കൂടുന്നത് മൂലം മത്സ്യസമ്പത്തിൽ വലിയ നാശമുണ്ടാവുന്നുണ്ട്. അത് ബാധിക്കുന്നത് സ്വാഭാവികമായും മത്സ്യത്തൊഴിലാളികളെയാണ്. ആലപ്പുഴ തോട്ടപ്പള്ളി ഹാർബറിൽ നിന്നും ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, എന്താണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ ഒരു ബുദ്ധിമുട്ട് ഈ ചൂട് കൂടുമ്പോൾ സംഭവിക്കുന്നത്? എന്താണ് അവർ വ്യക്തമാക്കുന്നത്? കനത്ത ചൂടാണ് ഫെബ്രുവരി അവസാനത്തോടു കൂടി തന്നെ ആലപ്പുഴ ജില്ലയിലും കണ്ടു തുടങ്ങിയത്. ഇപ്പോൾ മാർച്ചിലേക്ക് കടക്കുമ്പോൾ അതിന്റെ ഒരു കാഠിന്യം വലിയ തോതിൽ കൂടുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് തോട്ടപ്പള്ളി ഹാർബറിലാണ്. ഏറ്റവും അധികം ചൂട് ബാധിക്കുന്ന ഒരു മേഖലയാണ് മത്സ്യബന്ധന മേഖല. കാരണം മത്സ്യലഭ്യത വലിയ തോതിൽ കുറയുന്നു എന്നുള്ളതാണ്. മത്സ്യത്തൊഴിലാളികളോട് തന്നെ സംസാരിക്കാം. ഞങ്ങളിപ്പോൾ സാധാരണ ലെവൽ എന്ന് പറഞ്ഞാൽ മാസത്തിൽ നല്ല പണി കിടക്കണ്ടേ, പക്ഷെ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ചൂടായോണ്ട് ഇത്തവണ ഫെബ്രുവരിയിലെ ചൂട് കൂടി. ഫെബ്രുവരി തന്നെ ചൂട് കൂടി. മറ്റേ ഫെബ്രുവരിയിലൊക്കെ ഉള്ളതാണ്. ഇപ്പം ചൂട് കൂടി 5000 കിലോ 4000 കിലോ കിട്ടുന്നിടത്ത് ഇപ്പോൾ 200 കിലോ 300 കിലോ പല വള്ളങ്ങളും ഇപ്പോൾ ഇറക്കുന്നില്ല. ചൂട് കൂടുതലായിട്ട് മത്സ്യം കിട്ടാത്ത കാരണം. ചൂടുകാലമാണ്, ഒരുപാട് മത്സ്യം കിട്ടുന്നില്ല. എങ്കിൽ പോലും നിങ്ങൾക്ക് ഉള്ളത് മത്തിയായിരുന്നു. മത്തി 4000 കിലോ 5000 കിലോ ഇപ്പം 100 കിലോ 200 കിലോ. പണി മോശമുണ്ട്, പല വള്ളങ്ങളും ഇറക്കുന്നില്ല. ഇന്ന് തന്നെയാണ് അതെ, ഇതെല്ലാം പണിക്ക് ഓടക്കുന്ന വള്ളങ്ങളാണ്. അതങ്ങനെ ഈ ഒരു പ്രത്യേക കാലാവസ്ഥയുടേതാണോ അതോ ചൂടിന്റെ തന്നെയാണ്? സാധാരണ ഈ കടലിൽ പോളക്കര ഒരു വെള്ളം വരുമായിരുന്നു. ഇപ്രാവശ്യം അതില്ല. ആ പോളക്കര വെള്ളം അത് കഴിച്ചാലാണ് ഈ മത്തി വലുതാകുന്നത്. ഈ പോളക്കര ഇല്ല ഈ പ്രാവശ്യം. അത് കാലാവസ്ഥയുടെ ചൂടിന്റെ തന്നെ. ചൂടിന്റെ ആണ് ഇതൊക്കെ നശിച്ചു പോകുന്നത്. ഈ പായലിനങ്ങളാണോ അത്? അതെ അതെ, പായലിൽ നിന്ന് വരുന്ന ഇതാണ്. ഈ പോളക്കര മഞ്ഞ ഇത് ഉണ്ടാവും. അത് കഴിച്ചെങ്കിലാണ് മത്തി എല്ലാ മത്സ്യങ്ങളും വളരുന്നത്. പിന്നെ ഈ മത്തി ഇപ്പം 6 മാസം കൊണ്ട് ഇങ്ങനെ തന്നെ നയിക്കുക. ഒരു 10-12 സെന്റിമീറ്റർ ഈ 6 മാസമായിട്ട് ഇങ്ങനെ തന്നെ. മറ്റത് ചെറുമത്തി, പിന്നെ അരമത്തി, വലിയ മത്തി അങ്ങനെ ആവുക. ഇപ്രാവശ്യം വലിയ മത്തി ഇല്ല. ഇത് പിടിക്കാൻ തുടങ്ങിയിടം തൊട്ട് ഒരു 12 സെന്റിമീറ്റർ 13 സെന്റിമീറ്റർ വളരുന്നില്ല. ഏപ്രിലൊക്കെ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മെയ് ഒക്കെ ഒരു വല്ലാത്ത ചൂടിന്റെ കാലഘട്ടം കൂടിയാണ്. ഇതിൽ രൂക്ഷമാണ്. ചൂടും കൂടുതലും മീനും കിട്ടത്തില്ല. ഏപ്രിലൊക്കെ ഒരു സമയം നിങ്ങൾ എങ്ങനെയാണ് അത് ജീവിക്കുന്നത്? അന്നേരം പട്ടിണിയും പരിവട്ടമാണ്. എനിക്ക് എന്റെ ഇത്രയും പ്രായത്തിൽ ഇങ്ങനെ മത്തി വളരാതെ ഞാൻ കണ്ടിട്ടില്ല. തണുവുള്ള ഭാഗത്തേക്ക് സ്വാഭാവികമായിട്ട് എല്ലാ മീനും പോകും. അത് ഏത് ഭാഗത്താണ് തണുവുള്ളത് അവിടെ പോകും. ചൂട് കൂടി വരുമ്പോൾ എല്ലാം കടലിന് അടിത്തട്ടിലേക്കോ മീൻ പോകത്തുള്ളൂ. ഇപ്പം നമ്മൾ ഇന്ന് രാവിലെ തന്നെ ചെന്ന് ഒരു വള്ളം പണിയെടുത്ത് വരുന്ന മീൻ കുറച്ച് ഒരു 2 മണിക്കൂർ ഓടിയാണ് വരണ്ടെങ്കിൽ ആ മീൻ ചീത്തയാകും. ചൂട് അത്രയ്ക്കും അധികം ചൂടാണ് വള്ളങ്ങളിൽ, അത്രയും ചൂടാണ്. അതാണ് അവർ പറയുന്നത്. അതായത് ഒന്ന് വെള്ളം ചൂടാകുന്നതിന്റെ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട്. പിന്നീട് കടലിൽ ഉണ്ടായിരുന്ന പായൽ വർഗ്ഗങ്ങളൊക്കെ തന്നെ, അതായത് ഇവർക്ക് ഭക്ഷണമായി മത്സ്യത്തിൽ ലഭിക്കേണ്ട പായൽ വർഗ്ഗങ്ങളൊക്കെ തന്നെ നശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനിയുള്ള മാസങ്ങൾ തീർച്ചയായും അത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വറുതിയുടെ കാലമായിരിക്കും. തോട്ടപ്പള്ളി ഹാർബറിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. നമ്മൾ തുടക്കം മുതൽ സൂചിപ്പിക്കുന്നത് പോലെ വ്യത്യസ്തമായ തൊഴിൽ മേഖലകളെ, വ്യത്യസ്തമായ ഇടങ്ങളെ ഇതെങ്ങനെയാണ് ഈ കാലാവസ്ഥ മാറ്റം ബാധിക്കുന്നത് എന്നതാണ്. സ്വാഭാവികമായും അത് കർഷകരുണ്ടാകുന്നുണ്ട്, തൊഴിലിടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഒപ്പം തന്നെ പുതിയ ബിസിനസ് മേഖലകളുണ്ട്. അങ്ങനെ വ്യത്യസ്ത ഇടങ്ങളെ പലതരത്തിൽ ഇത് ബാധിക്കുന്നു എന്നതാണ്. നമുക്കിതിനൊക്കെ എങ്ങനെ ജാഗരൂകമാവണം എന്ന കാര്യം കൂടി പരിശോധിക്കണം. അഡ്വക്കേറ്റ് ഹരിശങ്കർ